ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. വളരെ ചിന്തോദ്ദീപകമായ കുറേ ചോദ്യങ്ങൾ ഈശോ ഇന്ന് ഈ വചനഭാഗത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. കാതൽ മാത്രം വെട്ടിമാറ്റി നിർത്തിയിരിക്കുന്ന ഒരു മരം പോലെ നന്മകളുടെ ഒരു നിറവ്, ഒരു കഥയുടെ ഒരു ഉദാഹരണത്തിൻ്റെ പരിവേഷം പോലും മാറ്റിവെക്കാനില്ലാത്ത കാതലായ ചില സത്യങ്ങളാണ് ഈ വചനഭാഗത്ത് ഈശോ പറഞ്ഞു വച്ചിരിക്കുന്നത്. അനുദിന ജീവിതത്തിലെ നമ്മുടെ വ്യാപാരങ്ങളിലേക്ക് ഈശോ കൃത്യമായിട്ട് വിരൽ ചൂണ്ടുകയാണ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ സമൂഹത്തിൽ വേറിട്ടവനായിരിക്കണമെന്ന കൃത്യമായ സൂചന ഈശോ നമുക്ക് നൽകുകയാണ്. പല മേഖലകൾ ഒരേ സമയത്ത് പരാമർശിച്ചുകൊണ്ടാണ് ഈശോ ഈ തിരുവചനത്തിൻ്റെ പൊരുൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ അതിനെന്ത് മേന്മയാണുള്ളത്? അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. നീ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു ശിഷ്യനാണ്, നിന്റെ പ്രവൃത്തി വേറിട്ടതാകണം. കൊടുത്തെടുത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ കൊടുക്കാൻ ആർക്കാ മടി? പക്ഷെ നീ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പിച്ചിട്ട് കൊടുക്കണം. അതാ ക്രിസ്ത്യാനി. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അതായത് സുവിശേഷം ഇതേ വചനഭാഗം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനമായിട്ട്, മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അത് നീ മറ്റുള്ളവർക്ക് ചെയ്യണം. എത്രയോ അർത്ഥപൂർണമായ വാക്കുകളാണ്. നമ്മളൊക്കെ മറ്റുള്ളവരുടെ കയ്യടി കിട്ടാനും പ്രോത്സാഹനം കിട്ടാനും സ്നേഹം കിട്ടാനും പരിഗണന കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഈശോ പറഞ്ഞു വെക്കുന്നത് ഈ ആഗ്രഹങ്ങളുടെ മുകളിൽ അടയിരിക്കാനല്ല നിന്റെ നിയോഗം. നീ കാണിച്ചു കൊടുക്കുക നിന്റെ ജീവിതത്തിലൂടെ. ഇങ്ങോട്ട് സ്നേഹിക്കാതെ അങ്ങോട്ടൊന്ന് സ്നേഹിച്ചേ, ഇങ്ങോട്ട് പരിഗണന തരാതെ അങ്ങോട്ടൊന്ന് പരിഗണിച്ചേ. നിന്റെ ഒന്ന് മിണ്ടാതെ മാറി നിൽക്കുന്നവനോട് ചെന്ന് നീയൊന്ന് മിണ്ടിക്കേ. നിന്നോട് ഹായ് പറയാൻ മടിക്കുന്നവൻ്റെ അടുക്കൽ നീ ചെന്നൊരു ഹായ് പറഞ്ഞേ. നിന്റെ വിജയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാത്ത അഭിനന്ദിക്കാത്ത നിന്റെ സുഹൃത്തിനെ അവൻ്റെ വിജയത്തിൽ നീ ഒന്ന് അഭിനന്ദിച്ചേ. സിറ്റുവേഷനൊക്കെ മാറുമാകെ. ഇത് നമ്മൾ വലിയ ബലം പിടിച്ച് എന്തോ വലിയ പാർട്ടിയാണ് ഭാവം കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. മറ്റുള്ളവർ എന്നെ എന്തേ പ്രോത്സാഹിപ്പിക്കാത്തതെന്നാണ് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കണേ. എന്തേ ഈ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി നിനക്ക് ചെയ്തുകൂടെ? എന്നെ ആരും പരിഗണിക്കണില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഈ പരാതി പറയാത്ത ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. ഈശോ പറയുന്നു, നീ പരാതി പറയണ്ട, നീ കാണിച്ചു കൊടുക്കുക ജീവിതത്തിലൂടെ. ഏറ്റവും അവസാനമായി ഈശോ പറഞ്ഞു വെച്ചത് അതാണല്ലോ, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നീ കാണിക്കുന്ന മനസ്സ്, അത് നീ കണ്ടുപഠിക്കേണ്ടത് വേറെ ആരിൽ നിന്നുമല്ല, കർത്താവിൽ നിന്നാണ്, പിതാവായ ദൈവത്തിൽ നിന്ന്. അതുകൊണ്ടൊരു റോൾ മോഡൽ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് ഈ പിതാവായ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹമാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നീയും കരുണയുള്ളവനാകണം. ഭൂമിയിലെ മറ്റ് വ്യക്തികളെയോ ഉദാഹരണങ്ങളെയോ സൂചനകളെയോ മാർഗങ്ങളെയോ മാർഗദർശികളെയോ നീ നോക്കണ്ട. നീ സ്വർഗത്തിലേക്ക് നോക്ക്. അവൻ കരുണാമയനാണ്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്.
അവനോട് പിണങ്ങിയതിൻ്റെ പേരിലോ അവനോട് വൈരാഗ്യം കാണിച്ചതിൻ്റെ പേരിലോ അവനെ ചീത്ത വിളിച്ചതിൻ്റെ പേരിലോ ദൈവം ആർക്കും അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്നില്ല. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നു, എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. കരുണയുടെ മൂർത്തിഭാവമായ പിതാവായ ദൈവത്തിൻ്റെ ആ കരുണ നീ സ്വന്തമാക്കണം. നിന്റെ ജീവിതത്തിൽ ഈ കരുണാർദ്ര സ്നേഹം ഇല്ല എങ്കിൽ നീ ക്രിസ്തു ശിഷ്യൻ എന്ന വാക്കിന് പോലും അർഹനല്ല. ക്രിസ്ത്യാനിയായിരിക്കാൻ നിനക്ക് അവകാശമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഓണത്തിൻ്റെ പിറ്റേന്ന് നമ്മുടെയൊക്കെ മനോഭാവങ്ങളിൽ വരുത്തേണ്ട ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാം. ഞാൻ ഇനി മുതലെങ്കിലും കരുണയുള്ളവനായിരിക്കും. ഈശോ മലയിലെ പ്രഭാഷണ പരമ്പരയുടെ തുടക്കമായ സ്വർഗത്തിലേക്കുള്ള 8 കൽപ്പടവുകളിലൊന്ന് രണ്ടാമത്തെ കരുണയുടെ ഭാവമാണ്. നമുക്കറിയാം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അഷ്ടസൗഭാഗ്യങ്ങളിലും ചേർത്ത് വച്ചിരിക്കുന്ന ആ കരുണ നിന്റെ ജീവിതത്തിൻ്റെ പുണ്യമായി നന്മയായി കൂടെ ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയെ കരുണയാൽ എന്നെ നിറയ്ക്കണേ എന്നുള്ള സുഹൃത ജപം ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ധന്യമാക്കാം. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.